ഇജ്ജ് എവിടെയാടാ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിക്കാണ്ട് ഇത്ര നേരം? ഇപ്പൊക്കെ എപ്പോഴോ വന്നു. ചോറുന്നാൻ എന്നെ കാത്തിക്കാണ്. നിസ്കാരം കഴിഞ്ഞിട്ടേ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി, അതാ നേരം വൈകിയത്. നമ്മൾ ചോറുളമ്പി. നിങ്ങളെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിക്കാണ്ട് വേണം പോന്നു. ആ കുടുംബത്തിലേക്ക് ഒന്ന് കേറിക്കാനാണ് പോന്നൂടെ? എനിക്ക് പോവാൻ എവിടെ കുടുംബം? നിങ്ങൾക്കേ 3 പെങ്ങന്മാരും അനിയനൊക്കെ അല്ലേ? അങ്ങോട്ടൊക്കെ പോണം. അതന്നെയല്ലേ കുടുംബങ്ങളെ? അതൊക്കെ എന്റെ കുടുംബം ഒരു കാലത്ത്. എന്റെ അഞ്ചനോട് മുണ്ടിയിട്ട് 1 വർഷം കഴിഞ്ഞു. ഞാനും ഓനോട് പലവട്ടം സലാം ചെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഓൻ മടക്കലില്ല എന്നോട്. നിങ്ങളെ അനിയന്റെ കാര്യം അവിടെ നിക്കട്ടെ. നിങ്ങളെ 3 പെങ്ങന്മാരെ ആദ്യമൊക്കെ ഇങ്ങോട്ട് വന്നീനല്ലോ. അപ്പൊ ഓന്റെ അടുത്ത് വന്നിക്കാണ്ട് ഓരെന്താ ഇപ്പൊ ഇങ്ങോട്ട് വരാത്തത്? അന്ന് ഞാനേ ഗൾഫിലായിരുന്നു. എന്റെ അടുത്ത് അത്യാവശ്യം പൈസ ഉണ്ടായിരുന്നു. ലാഭം കിട്ടേണ്ടോടത്തുള്ളൂ, സ്നേഹമുള്ളൂ, കുടുംബങ്ങളുള്ളൂ. ഇന്ന് എന്റെ അഞ്ചന്റെ അടുത്താണ് കുറച്ച് പണമുള്ളത്. അപ്പൊ പെങ്ങന്മാർക്ക് ഓന മതി. പിന്നീട് ഒരു കാലത്തിന്റെ പെങ്ങന്മാർ എന്ത് ചെയ്യുമ്പോഴേ വാപ്പല്ലാത്ത സ്ഥാനത്ത് മൂത്ത ജ്യേഷ്ഠ എന്നുള്ള രീതിയിൽ എന്നോടെല്ലാം ചോദിച്ചിരുന്നു. ഇന്ന് ഓർക്ക് എന്നെ കാണുന്നതൊക്കെ വെറുപ്പാണ്. ഞാൻ ഓരോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പണം ഉണ്ടാവുമ്പോഴല്ലടി ഒരാളെ സ്നേഹിക്കേണ്ടത്. സ്നേഹബന്ധങ്ങൾ എന്നും വേണം. ഓരോരുത്തർ ചെല്ലണം, ഓരോടൊന്നും മുണ്ടണം എന്നൊക്കെ എനിക്ക് താല്പര്യമുണ്ട്. അതിന് മാത്രം വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ പെരുന്നാളുണ്ടാകുമ്പോഴും ഞാൻ വിചാരിക്കും ഇന്നേലൊരു വരും. ഒന്നും വരില്ല. ഞാൻ മരിച്ച സമയത്ത് വരും. അന്നേ കരണ്ടോർക്ക് സ്നേഹം ഉണ്ടാകുമവർക്കൊക്കെ. എല്ലാ കുടുംബത്തിനും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ കുടുംബത്തിന് മാത്രമൊന്നുമല്ല. എന്തിനാണ് തെറ്റി നടക്കേണ്ടത്? കുറച്ച് പണത്തിന്റെ പേരിലും. പഠിച്ച റബ്ബ് കാണുന്നുണ്ടാവും. ഇതൊക്കെ എന്തെങ്കിലും ഒരു കാലത്ത് ഞങ്ങൾ നന്നാവും.